രാഹുൽ ഗാന്ധിയെ പോലുള്ള വാക്കുകൾ കിട്ടുന്നില്ല മനുഷ്യര്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കാർ എത്ര കണ്ട് സൈന്യത്തെ അഭിമാനിക്കാമോ അത്ര കണ്ട് അവമാനിക്കുകയും നമ്മുടെ എത്ര വിമാനം വീണു എന്ന് പറഞ്ഞ് ചൈനയുടെയും അമേരിക്കയുടെയും താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ വിമാനം വീണെന്ന് അറിഞ്ഞ് അറിവ് കിട്ടിയ അത്രയും സന്തോഷം. നമ്മുടെ വിമാനം വീണു എന്ന് അറിഞ്ഞാൽ അത്രയും സന്തോഷം. കാരണം പൈലറ്റുമാരും മരിച്ചിട്ട് ഉള്ളതായിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ല, ആ ഒരു വാർത്ത പുറത്തേക്ക് വന്നിട്ടില്ല. അവന് വിമാനം വീണു എന്ന് പറഞ്ഞാൽ പിന്നെ കുറ്റവാദം ഇല്ലാതെ അങ്ങനെ എന്നും പറയാമല്ലോ. ഓരോ പോകൃതരൊന്നല്ലാതെ ഇതിനൊക്കെ എന്തെന്നാ പറയുന്നത്. സത്യമായിട്ടും പറയാണ്, ഇതിനെ വേറെ എന്തെന്നാണ് പറയുന്നത്? പച്ച മലയാളത്തിൽ പോകൃതരം നല്ല എന്തെന്നാ പറയേണ്ടത്? നമ്മുടെ സൈന്യത്തിന്റെ എത്ര വിമാനം വീണോ ഇതിന്റെ അകത്ത് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മള് മറ്റേ റഫായലിന്റെ ബാക്കിൽ ഒരു ഇസ്രായേൽ ടെക്നോളജി ഉള്ളൊരു സാധനം എക്സ് ഗാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം റഡാർ സിഗ്നേച്ചറിലും ബാക്കിയുള്ള എല്ലാ കമ്മ്യൂണിക്കേഷൻ്റെ അകത്തും ഈ എക്സ് ഗാർഡ് ഒരു വിമാനമായിട്ട് ആക്ട് ചെയ്യും. അങ്ങനെ ഒരു ടെക്നോളജി നമ്മൾ യൂസ് ചെയ്തെന്നൊരു വാർത്ത പുറത്ത് വന്നതാണ്. മിണ്ടാതിരിക്കാനാണെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് അന്ന് മിണ്ടാതിരിക്കാം. പുള്ളിക്ക് ഇപ്പോഴും അറിയേണ്ട എത്ര വിമാനം വീണു എന്നുള്ളതാണ്. പാകിസ്ഥാൻ ഈ അറ്റാക്ക് ചെയ്ത മിസൈലുകളും ബാക്കിയുള്ള സാധനങ്ങൾ ഈ എക്സ് ഗാർഡിനെയാണ് കൊള്ളുന്നതും. എക്സ് ഗാർഡ് അങ്ങ് പൊക്കോളും, വിമാനം സേഫ് ആയിട്ട് പോകുന്നുള്ളൂ. അതായത് യുദ്ധവിമാനങ്ങളുടെ ബാക്കിൽ കയറിൽ കെട്ടി എന്ന പോലെ ഒരു ഡമ്മി ആയിട്ട് ഒരു സാധനം പോകുന്നു. അറ്റാക്ക് മുഴുവൻ അതിൽ വരും. അതിൽ ഒരു മിസൈൽ കൊണ്ടു കഴിഞ്ഞാൽ അത്ര നേരം റഡാറിൽ കണ്ടുകൊണ്ടിരുന്ന വിമാനത്തിന്റെ സിഗ്നേച്ചർ അവിടെ ഇല്ലാതാവും. അതാണല്ലോ ഈ 4.5 ജനറേഷൻ ആയിട്ടുള്ള റഫായലിന്റെ ഒരു ഗുണവും കൂടിയാണത്. കംപ്ലീറ്റ് സ്റ്റെൽത്ത് അല്ല, എന്നാൽ ഇങ്ങനെയുള്ള മിമിക്കിങ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യും. സാധാരണക്കാരനായിട്ടുള്ള എനിക്കിത് അറിയാവുന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഡിഫൻസിന്റെ ബാക്കി പല കമ്മിറ്റികളിലും ഉള്ള രാഹുൽ ഗാന്ധിക്ക് ഇത് അറിഞ്ഞൂടെ?